ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രാഫ്റ്റ് വണ്ടേഴ്സ്. നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിച്ച് വലിച്ചെറിയുന്ന കെച്ചപ്പിൻ്റെ ബോട്ടിൽ, അതുപോലെ ജ്യൂസിൻ്റെ ബോട്ടിലൊക്കെ ഉപയോഗിച്ച് നമുക്ക് മനോഹരമായിട്ട് ബോട്ടിൽ ആർട്ട് ചെയ്യാവുന്നതാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന 2 ബോട്ടിൽ ആർട്ടാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഇവിടെ ഞാൻ ബോട്ടിൽ പെയിൻറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ആക്രിലിക് പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ബോട്ടിൽ പെയിൻറ്റ് ചെയ്യാനായിട്ട് ആക്രിലിക് പെയിൻറ്റ്, അതുപോലെ ഫാബ്രിക് പെയിൻറ്റ്, ഇനാമൽ പെയിൻറ്റ് ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ബോട്ടിൽ പെയിൻറ്റ് ചെയ്യാവുന്നതാണ്. അതിലും ഏറ്റവും നല്ലത് സ്പ്രേ പെയിൻറ്റ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. സ്പ്രേ പെയിൻറ്റ് വെച്ചിട്ട് ബോട്ടിൽ പെയിൻറ്റ് ചെയ്യുമ്പോൾ നല്ല ഫിനിഷിംഗ് ഉണ്ടായിരിക്കും. ഇനിയിപ്പോൾ സ്പ്രേ പെയിൻറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ആക്രിലിക് പെയിൻറ്റോ അല്ലെങ്കിൽ ഫാബ്രിക് പെയിൻറ്റൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ആക്രിലിക് പെയിൻ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മളിതുപോലെ എടുത്തിട്ട് നമുക്ക് ഫസ്റ്റ് കോട്ട് നമ്മൾ പെയിൻറ്റ് ഒരു സ്പോഞ്ച് വെച്ചോ ബ്രഷ് വെച്ചോ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് കോട്ട് അടിച്ചതിന് ശേഷം നമ്മളത് ഉണങ്ങിയതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ കോട്ട് അടിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കോട്ട് പെയിൻറ്റ് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ കോട്ട് അടിച്ചു കൊടുക്കാം. 2-3 കോട്ട് മതിയാവും. അപ്പോൾ തന്നെ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. സാധാരണ നമ്മളിങ്ങനെ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നമുക്കത്ര ഒരു പെർഫെക്ഷൻ തോന്നില്ല. പക്ഷെ അത് ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ് കിട്ടും. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ കോട്ട് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ രണ്ടാമത് പെയിൻറ്റ് ചെയ്ത് നന്നായി ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിവിടെ 2 കോട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. 2 കോട്ട് അടിച്ചപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിന്മേൽ ഡിസൈൻ ചെയ്യാം. ഡിസൈൻ ചെയ്യാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 3D ഔട്ട്ലൈനറാണ്. ഇതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രഷ് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഞാനിവിടെ 3D ഔട്ട്ലൈനർ വെച്ചിട്ടാണ്, ഗോൾഡൻ 3D ഔട്ട്ലൈനർ വെച്ചിട്ടാണ് ഞാനിവിടെ ഡിസൈൻ ചെയ്യുന്നത്. ജസ്റ്റ് നമ്മുടെ മെഹന്തി ഡിസൈൻ പോലൊക്കെ ഒരു സിമ്പിൾ ഡിസൈൻസുകൾ കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ചെറിയ സിമ്പിൾ ഡിസൈനാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ബോട്ടിൽ ഡിസൈൻ ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ഗ്ലാസ് ലൈനറാണ് എടുത്തിട്ടുള്ളത്. ഈ ഗ്ലാസ് ലൈനർ ഉപയോഗിച്ചിട്ട് ഞാനിങ്ങനെ ഔട്ട്ലൈൻ വരയ്ക്കുകയാണ്. ഇനി നമുക്കിതിൽ നിന്നിട്ട് ഗ്ലാസ് കളേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ഫില്ല് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനുകൾ ഇങ്ങനെ ഇതുപോലെ സിമ്പിളായിട്ട് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ബോട്ടിൽ പെയിൻറ്റ് ചെയ്യാം. പെയിൻറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഗ്ലാസ് പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് ഗ്ലാസ് പെയിൻറ്റ് വാങ്ങിക്കാൻ കിട്ടും. ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ഗ്ലാസ് പെയിൻറ്റ് ഉണ്ടാക്കാവുന്നതാണ്. അതായത് നമ്മുടെ ക്ലിയർ ഗ്ലൂ എടുത്തിട്ട്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലൂ എടുത്തിട്ട് അതിൽ നമുക്ക് ഫുഡ് കളർ മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ഗ്ലാസ് പെയിൻ്റ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയും നമുക്ക് കളറ് ഗ്ലാസ് പെയിൻറ്റ് ഉണ്ടാക്കാവുന്നതാണ്. ഇനി നമുക്ക് ഗ്ലാസ് പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാം.
നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വരച്ചിട്ട് ഇതുപോലെ ഗ്ലാസ് പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ കണ്ടല്ലോ, ഇത് വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.